ഹായ് ഫ്രണ്ട്സ്, ഷൈജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഈ കാണുന്ന ഇത്രയും പച്ചക്കറികൾ ഉപയോഗിച്ച് നമ്മളൊരു അടിപൊളി അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്ന പച്ചക്കറികൾ വെള്ള വഴുതിനിങ്ങ, ഒരു വയലറ്റ് വഴുതിനിങ്ങ. ഇതിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇത്രയും വലുതായിട്ടുള്ള വഴുതിനിങ്ങ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറുതെടുത്താലും മതി. പിന്നെ ഒരു സവോള, ഒരു തക്കാളി, കുറച്ച് അവരക്ക, കുറച്ച് മുരിങ്ങക്കോല്, ഒരു ക്യാരറ്റ്, പിന്നെ നിങ്ങളുടെ എരിവിന് ആവശ്യമുള്ള പച്ചമുളക്, ഒരു കഷ്ണം കുമ്പളങ്ങ. ഞാൻ സാധാരണ വെള്ളരിക്കയാണ് ചേർക്കാറ്. ഇന്ന് എനിക്ക് വെള്ളരിക്ക കിട്ടിയില്ല, അത് കാരണം ഞാൻ കുമ്പളങ്ങ എടുത്തിരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ വെള്ളരിക്കയും കുമ്പളങ്ങയും രണ്ടും ചേർക്കാം. പിന്നെ ഒരു കായ അല്പം മൂത്ത് പോയിട്ടുണ്ട്, നിങ്ങൾക്ക് പിഞ്ച് കിട്ടുവാണെങ്കിൽ അത് ഉപയോഗിക്കും. അപ്പോൾ ഇനി നമുക്കിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും പറഞ്ഞാൽ അവിയലിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കട്ടിങ് ആണ് കേട്ടോ. അവരൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനെ നടുവിൽ കീറിയെടുക്കുക കേട്ടോ. അപ്പോഴാണ് നമുക്കത് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി മുരിങ്ങക്കോല് കട്ട് ചെയ്യാം. ഇതും അവരൊക്കെ കട്ട് ചെയ്തതുപോലെ നടു കീറിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇങ്ങനെ നടു കീറിയിട്ട് വേണം ഇടാൻ കേട്ടോ. ഈ പച്ചക്കറികളൊക്കെ നമ്മൾ കട്ട് ചെയ്തിട്ടാണ് കഴുകിയെടുക്കുന്നത്. ഈ തക്കാളി, പച്ചമുളക്, സവോള പോലെയുള്ള പച്ചക്കറികൾ നമ്മളെപ്പോഴും കഴുകിയിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ഇനി നമുക്കിതൊക്കെ ഒന്ന് കഴുകിയെടുക്കാം. പച്ചക്കറികളൊക്കെ കഴുകിയെടുത്തു. ഇനി നമുക്ക് ഈ സവോളയും തക്കാളിയും പച്ചമുളകും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അടുപ്പ് കത്തിച്ചു. ഒരു ചീനച്ചട്ടി, കുറച്ച് അടി കട്ടിയുള്ള പാത്രം എടുക്കണം. പാത്രം ചൂടാവട്ടെ. പാത്രം ചൂടായി. ഇനി വെളിച്ചെണ്ണ ഒഴിക്കുക. ഇതിന് വെളിച്ചെണ്ണ തന്നെ എടുക്കണം കേട്ടോ, അപ്പോഴേ അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ കടുക് പൊട്ടിക്കുക. കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചക്കറികൾ ഇട്ട് കൊടുക്കാം. എണ്ണ എല്ലാവരുടെയും വരുന്ന രീതിയിൽ നമുക്കൊന്ന് നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്നുകൂടി ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അടച്ച് വെക്കാം. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മൂടി വെച്ച് അടച്ച് വെച്ചിട്ട് വേവിക്കാം. നമുക്കിതൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ. ഈ പച്ചക്കറിയിലുള്ള വെള്ളം കൊണ്ടാണ് ഇത് വേവുന്നത്. നല്ലപോലെ മൂടി വെക്കണം. പച്ചക്കറി വേവുന്ന നേരം കൊണ്ട് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അരക്കാൻ എന്തൊക്കെയാണ് എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു അരമൂടി തേങ്ങ, ഒരു പച്ചമുളക്, ഒരല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, കുറച്ചധികം ജീരകം. ഇതൊക്കെ മിക്സി ജാറിലിട്ട് ജസ്റ്റ് ഒരടി, അത്രേ അരിയാൻ പാടുള്ളൂ, അധികം അരിഞ്ഞു പോകരുത്. ഇതുണ്ട്, ഇങ്ങനെയാണ് തേങ്ങ എടുക്കേണ്ടത്. ജസ്റ്റ് ഒരു കറക്ക്, എല്ലാം ഒന്ന് ചതച്ചെടുത്താൽ മാത്രം മതി, വെള്ളം ഒഴിക്കാതെയാണ് എടുക്കേണ്ടത്. ഇനി നമ്മൾ അടുപ്പിൽ വെച്ചിരിക്കുന്ന പച്ചക്കറി എന്തായെന്ന് നോക്കാം.
അത്യാവശ്യം ഒന്ന് പച്ചക്കറികളൊക്കെ വാടിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് ആവശ്യത്തിനുള്ള തൈര് ഒഴിച്ചു കൊടുക്കാം. അധികം പുളിയുള്ള തൈര് എടുക്കരുത്. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി തീ കൂട്ടി വെച്ചിട്ട് തുറന്ന് വെച്ച് വേവിക്കണം. വെന്തിട്ടില്ല, കുറച്ചും കൂടി വേകാനുണ്ട്. അവിയലിന് പച്ചക്കറി ഒരുപാട് വെന്ത് പോകരുത്. നമുക്കൊന്ന് കടിക്കാൻ കിട്ടുന്ന രൂപത്തിൽ വേണം പച്ചക്കറികൾ വേവിച്ചെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക, അടിക്ക് പിടിക്കരുത്. പച്ചക്കറികൾ ആവശ്യത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അരപ്പ് ചേർക്കാം. അരപ്പ് എല്ലാവിടെയും ആവുന്നത് പോലെ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഈ സമയത്ത് ഇതിൻ്റെ ഉപ്പ് പുളിയൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. എന്നിട്ട് നല്ലപോലെ ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മുടെ അവിയൽ, സൂപ്പർ ടേസ്റ്റി അവിയൽ റെഡിയായി. ഇനി അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുക. പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി അവിയൽ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു സെർവിങ് ബോളിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഉറപ്പായിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.